ടേസ്റ്റി റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി, ചോറ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറി. അപ്പോൾ അതെന്താണെന്നല്ലേ, അതാണ് ചെമ്മീൻ കറി. നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീനെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ചെമ്മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 തക്കാളിയാണ്. അതിൽ കുറച്ച് പച്ചമുളകും ഒരു 3-4 കാന്താരി മുളകും. അപ്പോൾ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുക. തക്കാളി അരിഞ്ഞതിന് ശേഷം പച്ചമുളക് ഒന്ന് പൊളിച്ചിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഞാനതിലേക്ക് പുളിച്ച് തിന്നെടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ കുടംപുളി കൂടി ചേർത്തിട്ട് ഇവിടെ വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണമല്ലേ, അപ്പോൾ അതിനുള്ള തേങ്ങ എടുക്കുക. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു 5-6 കൊച്ചുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. പിന്നെ ഞാൻ ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന കൂട്ട് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നന്നായി അരഞ്ഞ് കിട്ടണം. അപ്പോൾ തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്കുള്ള വെള്ളം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് മാറ്റട്ടോ. അപ്പോൾ ഈ ചട്ടി കുറച്ച് വലിപ്പം കുറവാണ്. അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ തള വന്ന് തുടങ്ങുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വെക്കുക. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റ് കൂടും കറിക്ക് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുള്ള ചെമ്മീനായതുകൊണ്ട് കറി നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ ഒന്നൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ടുണ്ട്. മീൻ വേവുന്നത് വരെ ഒന്നുകൂടെ അടച്ച് വെക്കുക. അപ്പം അതിലേക്ക് ഉപ്പൊക്കെ പാകത്തിനല്ലേ നോക്കുക. കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട്. ആ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ്, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. 2 ദിവസമൊക്കെ കേടുവരാതെ നമുക്ക് ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ.